ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. നമ്മുടെ ചന്ദ്രമതി അവിടെ ഇരുന്ന് മോനെ ചക്കരെ പൊന്നമക്കളെ എണ്ണിക്കടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രുതി എഴുന്നേൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചി വരുന്നുണ്ട്. സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ LKG പിള്ളേരെ വിളിക്കുന്ന കണക്കാണോ അമ്മ ഇവനെ വിളിക്കുന്നത്? ഇവൻ എന്താ എഴുന്നേക്കാത്തത്? ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലേ ഷോപ്പ് തുറക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം തന്നെ ഷോപ്പ് പൂട്ടിപ്പോയെന്ന് ആൾക്കാർ വിചാരിക്കും. ഇങ്ങനെ കിടന്ന് ഉറങ്ങി ഇവന് അച്ഛൻ 50 ലക്ഷം രൂപ തരാനായിട്ട് പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊരു പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ജഗ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയാണ് കേട്ടോ. ശ്രുതി പെട്ടെന്ന് ഞാൻ കുളത്തിൽ വീണേ എന്നെ രക്ഷിക്കണേ ശ്രുതി എന്ന് പറഞ്ഞിട്ടാണ് ചാടി എഴുന്നേക്കുന്നത്. അപ്പോൾ ചന്ദ്രമതിയൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി അടുത്ത്, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെയാണോ ഒരാളെ എഴുന്നേൽപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ശ്രുതി അതേപോലെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം സച്ചി പറയുന്നുണ്ട്, ഇവ ഇങ്ങനെ കടന്നുറങ്ങിയാൽ എങ്ങനെ ഷോപ്പ് തുറക്കുന്നത്? അപ്പം ഞാൻ ചെയ്തതാണോ കുറ്റം? ഇവൻ ഷോപ്പ് തുറന്നാലും തുറന്നില്ലെങ്കിലും നിനക്കെന്താ? അത് അവനറിയാം എങ്ങനെ നടത്തിക്കൊണ്ട് പോകേണ്ടതെന്ന്. നീ അതിനകത്തൊന്നും ഇടപെടാൻ വരണ്ട. ഞാൻ ഇടപെടും. എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപ ഇവൻ കൊടുക്കാനുള്ളതാ. അത് കൊടുത്ത് തീർത്തിട്ട് ഇവൻ എത്രയാണെന്ന് വെച്ചാൽ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട്. അതിന് ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ ഒന്ന് പെട്ടെന്ന് നീ റെഡി ആയിട്ട് ആ ഷോപ്പ് ഒന്ന് പോയി തുറക്കുക. ഞാൻ തുറക്കാം അമ്മയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. എടാ നീ ഡ്രസ്സ് മാറിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി എന്ത് ചെയ്യുന്നറിയോ, താഴെ നേരെ വന്ന് രേവതിയുടെ അടുത്താണ് വരുന്നത്. രേവതി അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ തലകുത്തി മറിയുക അമ്മേ. നിന്റെ അഹങ്കാരം കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കാണാൻ വയ്യ ഞാനിവിടെ എന്താ ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്നുള്ളത്. നീ എന്തുവാണോ ചെയ്യുന്നത് അതവിടെ നിർത്തി വെക്കുക. എന്നിട്ട് ഉച്ചക്കലത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കുക. അത് അമ്മ പറഞ്ഞില്ലേലും ഞാൻ ഉണ്ടാക്കുമല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്, നീ എന്നും വെക്കുന്ന സാമ്പാറും തോരനും ഒന്നും പോരുന്ന വേറെ സാധനങ്ങൾ വേണം. ശ്രുതിക്കും ആഹാരം കൊടുത്തു വിടേണ്ടതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നീ ചിക്കൻ ഫ്രൈയും മട്ടൻ കറിയും പിന്നെ അയല തേങ്ങാപ്പാൽ ഒഴിച്ച കറിയൊക്കെയാണ് വെക്കേണ്ടതെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഞാനെങ്ങനെ ചെയ്യാനാ അമ്മേ? അതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അയാൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ. അത് ഇതുപോലെ സച്ചിയേട്ടനും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മൂത്ത മോന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രുതിയെടുത്ത് പറയണം, അല്ലെങ്കിൽ അമ്മ തന്നെ ചെയ്തു കൊടുക്കണമെന്ന് പറയാം കേട്ടോ. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? നീ എന്നോട് എതിർത്ത് പറയാറായോ രേവതി? നീ എന്താ എന്നോട് ഇങ്ങനെ ദേഷിക്കുന്നതെന്ന് എനിക്കറിയാം. ഇന്നലെ നിനക്ക് റൂം കിട്ടിയില്ലല്ലോ, അതിൻ്റെ ദേഷ്യമായിരിക്കും നിനക്ക്. നിനക്കിപ്പോൾ റൂമിൽ തന്നെ കിടക്കണം അല്ലേ? എനിക്കറിയാം നീ എന്തിനാ റൂം ഇങ്ങനെ വാശി പിടിച്ച് മേടിക്കുന്നതെന്നുള്ളത്. നിനക്ക് ഒരുമിച്ച് കിടക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ദൈവമേ, അനാവശ്യം പറയരുത്. നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. ആ ഒരു ബഹുമാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അല്ലാറെന്നുണ്ടെങ്കിലേ ഇമാതിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച വെള്ളം എടുത്ത് ഞാൻ മുഖത്തോട്ട് ഒഴിച്ചാനെ, കേട്ടല്ലോ. നീ അങ്ങനെയൊക്കെ ചെയ്യുമല്ലേടി? നീ എന്താടി എന്നെ പേടിപ്പിക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ശ്രുതി പിന്നെ രേവതി പറയുന്നുണ്ട്, അമ്മയെ കുറച്ചുകൂടി മര്യാദയ്ക്ക് വേണം വർത്താനം പറയാനായിട്ട്. ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കരുത് എന്നൊക്കെ പറയാണ്. ഞാൻ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അടുത്ത് തിരിച്ചു പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ അമ്മ ഈ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇതിനുള്ള മറുപടി ഇതിൽ കൂടുതൽ ഒരാൾ തരുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ചന്ദ്രമതി അവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ, രേവതി അങ്ങനെ പോയതിന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രോദയത്തിലേക്ക് മഹിമയാണെന്നുണ്ടെങ്കിൽ AC കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ AC കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇതാരെ AC കൊടുത്തു വിട്ടത്? അപ്പോൾ ഇന്ന ആളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചിക്ക് അത് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. സച്ചി അയാളുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ AC ഇവിടെ വേണ്ട, ഇത് തിരിച്ച് എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിക്കോളാൻ പറയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് തിരിച്ചത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമ്മുടെ സച്ചി മഹിമേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് AC കൊടുത്ത് വിട്ടത്? ഇവിടെ ACയുടെ ആവശ്യമുണ്ടോ? നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇവിടെ AC വേണമെന്നുള്ളത്? അത് ആരോടും പറഞ്ഞൊന്നുമില്ല. പിന്നെ എൻ്റെ മോളൂടെ താമസിക്കുന്ന വീടല്ലേ, അവൾക്കാണെന്നുണ്ടെങ്കിൽ AC ഇല്ലാതെ പറ്റത്തില്ല. അവിടെ എന്തൊരു ചൂടാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ താമസിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും താമസിച്ചോളാം. ഞങ്ങൾക്ക് AC വേണമെന്നുണ്ടെങ്കിലേ ഞങ്ങൾ തന്നെ അത് വാങ്ങി വെച്ചോളാം. സച്ചി നീ പറയുന്ന കേക്ക്. നിങ്ങളുടെ ഒരു ACയുടെ ആവശ്യവും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാനതങ്ങ് തിരിച്ചു കൊടുത്ത് അയച്ചേക്കുക എന്ന് പറയാം കേട്ടോ. അങ്ങനെ തിരിച്ചു കൊടുത്ത് അയക്കുന്നുണ്ട്. മഹിമയ്ക്ക് അത് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിമ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയുമോ? ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കാൻ നോക്കുകയാണ്. അതായത് ആദ്യം വാങ്ങിയത് ആ AC ആണല്ലോ അവരുടെ കടയിൽ നിന്ന്. അപ്പോൾ അത് തിരിച്ചെത്തുക എന്ന് പറയുന്നത് ഭയങ്കര മോശമല്ലേ? അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നേരെ ശ്രുതിയുടെയും കടയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.